എം മണി എത്ര വലിയവൻ, താൻ വെറും ശിശു. പറയുന്നത് മറ്റാരുമല്ല, നിലവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫാണ്. സംസ്ഥാനം കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്ക് മാറിയതിനു പിന്നാലെ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി സണ്ണി ജോസഫിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിന് മറുപടി പറഞ്ഞതിന് പിന്നാലെയാണ് സണ്ണി ജോസഫ് എം മണിയുടെ വയറ് നിറച്ചത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം വൈദ്യുതി മന്ത്രിയുടെ വിവരക്കേടാണെന്നായിരുന്നു എം മണി വിമർശിച്ചത്. കാഴ്ചപ്പാടില്ലാത്ത സർക്കാരാണ് ഇപ്പോഴുള്ളതെന്നും മഴയില്ല എന്ന് മാത്രം പറഞ്ഞിരിക്കാതെ പണം നൽകി വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും എം മണി പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ട് അവധി മാത്രം കൊണ്ട് കാര്യമില്ല, കളി കാണണമെങ്കിൽ സണ്ണിച്ചായൻ കൂടി കനിയണം, കറണ്ടിനും വേണം ഗ്യാരണ്ടി എന്ന രീതിയിൽ മണി ഫേസ്ബുക്കിലൂടെ പരിഹാസവും ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സണ്ണി ജോസഫ് കണക്കിന് കൊടുത്തത്. താനൊക്കെ ചെറിയ പുള്ളികളാണെന്നും എം മണി വലിയ ആളെന്നുമാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കൂടി സണ്ണി ജോസഫ് തുറന്നടിക്കുന്നുണ്ട്. എം മണി മന്ത്രിയായിരുന്നപ്പോൾ എന്താണ് ചെയ്തതെന്നും സണ്ണി ജോസഫ് ചോദിക്കുന്നു. ദീർഘകാല കരാറുകൾ റദ്ദാക്കിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഇതുകൂടാതെ എം മണി നടത്തിയ ചില വിവാദ പരാമർശങ്ങൾക്കെതിരെ സണ്ണി ജോസഫ് CPM-നോട് നടപടി ആവശ്യപ്പെട്ടതും നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. എന്തായാലും സണ്ണി ജോസഫിന്റെ എം മണി വിമർശനങ്ങൾ ചേർക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. മുൻ വൈദ്യുതി മന്ത്രി എം മണിയും അങ്ങയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അദ്ദേഹം എത്രയോ ഉയർന്ന ആളെന്നെക്കാളും താരതമ്യത്തിന് യാതൊരു അടിസ്ഥാനമില്ല. അല്ല, അതായത് ആ കാലത്തും പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി പരിഹരിക്കാൻ അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് സാധിച്ചു, ഇന്നത് സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ മുമ്പ് ഞാൻ ശിക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആലോചിച്ച് എല്ലാവരും യോജിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പരിഹാരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ അത്രയും പദ്ധതികൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ സാഹചര്യത്തിലെ ഈ ന്യൂക്ലിയർ പദ്ധതികളൊക്കെ ലോകത്തിന്റെ ഭാഗമാണ് ലോകത്തിന്റെ ഭാഗമാണ് കേരളം. ലോകത്ത് മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ, എല്ലാവരും യോജിക്കുമെങ്കിൽ അതുകൂടി ആലോചിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത്. ന്യൂക്ലിയർ പ്ലാന്റിന്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു, അത് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അവര് തന്നെയല്ലേ എന്ത് വേണം നമുക്ക് ആലോചിക്കാം, എല്ലാവരോടും ആലോചിക്കാം. അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിൽ. എനിക്ക് മുൻവിധിയില്ല ആ കാര്യത്തിൽ. എന്നാൽ ഒരു തുറന്ന ചർച്ച നടത്താം. MLA പറഞ്ഞു, തൃക്കരിപ്പൂർ MLA പറഞ്ഞു ന്യൂക്ലിയർ പ്ലാന്റ് പുള്ളി MLA ആയിട്ട് നിൽക്കുന്ന കാലം സമ്മതിക്കത്തില്ലെന്ന് ഇന്നലെ പാർട്ടി. ആയിക്കോട്ടെ, MLA അഭിപ്രായം ഞാൻ പത്രത്തിൽ വായിച്ചു. MLA എന്നെ ഫോൺ ചെയ്തിരുന്നു. MLA-ക്കും MP പറഞ്ഞു. ബഹുമാന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ എന്നോട് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുമ്പോഴേ 10 രൂപ ആണല്ലോ നൈറ്റ് ടൈമില് ബാറ്ററി വരുമ്പോൾ ഇതിന് എത്ര കോസ്റ്റ് വരും? അത് നമുക്ക് കോസ്റ്റൊക്കെ ഇപ്പൊ ഞാൻ ഒട്ടൊന്ന് പത്രസമ്മേളനത്തിൽ പറയേണ്ടതല്ല. കോസ്റ്റ് അതിന്റെ ചെലവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോസ്റ്റ് വരുന്നത്. ഈ കൂടുതൽ ബസ്സുകളിൽ കുറഞ്ഞു വരും, എന്തായാലും കുറയും. കൂടുതൽ ബസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ സാധ്യത. ബസ് സ്റ്റേഷനുകൾ KSRTC ബസ്സാ? അല്ലല്ല, ബസ് BSS ബാറ്ററി എനർജി അത് കൂടുതൽ ആലോചിക്കും. അത് നമ്മൾ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തന്നെ കമ്മ്യൂണിറ്റി ബാറ്ററി സിസ്റ്റം ഗ്രാമങ്ങളിലേക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി, പഞ്ചായത്ത് തലത്തിൽ തന്നെ വീടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും അത് കൊണ്ടുവരാൻ വേണ്ടി കൂടുതലായിട്ട് പരിശ്രമിക്കും. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? ഒരു പ്രശ്നമില്ലല്ലോ. താങ്ക് യു. അത് ടെൻഡർ ചെയ്തിട്ടാണ്. ടെൻഡർ ചെയ്തിട്ട് പ്രൈവറ്റ് കമ്പനികൾ ടെൻഡർ വിളിക്കുന്ന സ്ഥലമുണ്ട്. നമുക്ക് അറിയാം, വൈദ്യുതി മേഖലയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടെൻഡർ ചെയ്യുന്നത്. ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ കോട്ടി എന്നവർക്കാണല്ലോ കിട്ടുക. ഈ KPCC നേതൃമാറ്റം ഉടനുണ്ടാവോ? എന്തായി അതിൽ? AICC ആണ് പ്രഖ്യാപിക്കേണ്ടത്. ഞാനിപ്പം മന്ത്രിയുടെ ചുമതല കൂടി, മന്ത്രിയുടെ ഉത്തരവാദിത്വം കൂടി വഹിക്കുന്നത് കൊണ്ട് അത് ചെറിയ രൂപത്തിൽ അത് DCC പ്രസിഡന്റാ പറയേണ്ടത്. ഞാൻ കാസർഗോഡ് വരുന്നുണ്ടോ, കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞാൽ പോരല്ലോ. താങ്കളുടെ വകുപ്പല്ല, എന്നാലും KPCC പ്രസിഡന്റ് ചോദിക്കുകയാണ്. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നതാണ്. ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യം കിട്ടിയില്ല എന്നാണ് പറയുന്നത്.